തുടക്കത്തിലെല്ലാം ഭയങ്കര എഫേർട്ട്ലെസ് ആയിട്ട് തോന്നും. അവരോട് കൂടുതൽ സംസാരിക്കാൻ തോന്നും, എപ്പോഴും കാണാൻ തോന്നും, നമ്മൾ നന്നായി മനസ്സിലാക്കുന്നുണ്ട് എന്ന് ഫീൽ ചെയ്യും. അവരാണ് പെർഫെക്റ്റ് എന്നുള്ളൊരു തോട്ട് നമുക്ക് വരും. പിന്നെ കുറച്ച് മുന്നോട്ട് പോകുന്ന സമയത്താണ് കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത്. ക്ലാരിറ്റി ഉണ്ടാവുന്ന സമയത്ത് ഇവിടെ എന്തൊക്കെയോ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ട്, പ്രശ്നങ്ങളുണ്ട് എന്നുള്ള രീതിയിലേക്ക് പോകുന്നത്. ശരിക്കും ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഫേസിൽ ലവ് ഇല്ലാതാവുന്നതാണോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് പുതിയൊരു സ്റ്റേജിലേക്ക് എൻ്റർ ചെയ്തതാണോ? ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു റിലേഷൻഷിപ്പിന് പല സ്റ്റേജസിനെ കുറിച്ചാണ്. ഈ സ്റ്റേജസിനെ കുറിച്ച് നമ്മൾ അവെയർ ആയിരിക്കുന്ന സമയത്ത് റിലേഷൻഷിപ്പ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും നാവിഗേറ്റ് ചെയ്യാനും അതിനെ സ്ട്രെങ്തൻ ചെയ്യാനും നമുക്ക് പറ്റുന്നതായിരിക്കും. ഫസ്റ്റ് സ്റ്റേജ് ഓഫ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അട്രാക്ഷൻ അല്ലെങ്കിൽ ഐഡിയലൈസേഷൻ എന്ന് പറയുന്ന ഫേസാണ്. നമ്മൾ ഹണിമൂൺ ഫേസ് എന്നൊക്കെ പറയാറില്ലേ? ഈ ഒരു ഫേസ് കംപ്ലീറ്റ്ലി ഡ്രൈവ് ചെയ്യുന്നത് നമ്മുടെ ബ്രെയിൻ കെമിസ്ട്രിയാണ്. റിലേഷൻഷിപ്പ് തുടങ്ങിയ സമയം ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും. അവരുടെ എല്ലാ പോസിറ്റീവ്സും നമുക്ക് ഭയങ്കര വലിയ കാര്യങ്ങളായിട്ട് തോന്നും. അതുപോലെ തന്നെ നമുക്ക് ഹൈ ഡോപ്പമൈൻ ആയതുകൊണ്ട് തന്നെ എപ്പോഴും റിലേഷൻഷിപ്പ് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇതൊരു ഹ്യൂമൻ ടെൻഡൻസിയാണ്. ബയോളജിക്കലി നമ്മളൊരു പുതിയൊരു കാര്യത്തിനോട് എക്സ്പോസ് ആവുന്ന സമയത്ത് നമുക്ക് അവിടെ പോസിറ്റീവ്സ് കാണാനും അതുപോലെ തന്നെ കൂടുതലായിട്ട് അവരോട് ക്ലോസ് ആവുന്നതും ഒരു ഫേസാണ് ഫസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ഐഡിയലൈസേഷൻ ഫേസ് എന്ന് പറയുന്നത്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് റിയാലിറ്റി വരുന്നൊരു ഫേസാണ്. ഞാൻ മുന്നേ പറഞ്ഞിരുന്നു, ഹണിമൂൺ ഫേസിൽ നമ്മൾ കൂടുതലായിട്ട് അവരുടെ പോസിറ്റീവ്സിലായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. നമുക്ക് അവർ വളരെ അട്രാക്റ്റീവായിട്ട് ഫീൽ ചെയ്യും. പക്ഷേ ഈ സെക്കൻഡ് സ്റ്റേജിൽ എന്താണ്, കുറച്ചും കൂടി റിയാലിറ്റി ആയിരിക്കും നമ്മൾ കാണുന്നത്. മുന്നേ നിന്നുള്ള ആ ഒരു ബ്രെയിൻ കെമിസ്ട്രി ഒക്കെ കുറച്ചും കൂടി ഡൗൺ ആയി നമ്മളെ കെമിക്കൽസ് ഒക്കെ ഒന്ന് സ്റ്റെബിലൈസ് ആവുന്ന സമയത്ത് സർഫസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ് ഇവിടെ ഉണ്ടാവുന്ന കോൺഫ്ലിക്ട്സ്, നമ്മൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, വാല്യൂ ഡിഫറൻസസ്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ വരുന്ന ഡിഫറൻസസ്, നമ്മളുടെ എക്സ്പെക്ടേഷൻ അല്ല എൻ്റെ പാർട്ട്ണറിൻ്റെ അടുത്ത് കിട്ടുന്നത് എന്നുള്ള ഒരു റിയലൈസേഷൻ. ഈ ഒരു സമയത്ത് ശരിക്കും ആൾക്കാർ ചിന്തിക്കുക എന്ന് പറയുന്നത്, അയ്യോ എൻ്റെ ഡിസിഷൻ തെറ്റായി പോയോ, ഈ വ്യക്തിയല്ലേ എനിക്ക് വേണ്ടത്, എനിക്കിപ്പോൾ അവരോട് സ്നേഹമില്ലേ എന്നുള്ള രീതിയിലായിരിക്കും. ശരിക്കും പറഞ്ഞാൽ അവിടെ ലവ് എന്ന് പറയുന്നത് ഒരിക്കലും ഫെയ്ഡായി പോയിട്ടില്ല. അവിടെ കുറച്ചും കൂടി നമുക്ക് എന്താണ് ഒരു ക്ലാരിറ്റി കിട്ടാനാണ് തുടങ്ങിയത്. മുന്നേ നമ്മൾ ഉണ്ടാക്കി വെച്ച ഹണിമൂൺ ഫേസിൽ ഉണ്ടായിരുന്ന ആ ഒരു നമ്മളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ മാറി കുറച്ചും കൂടി ആ വ്യക്തിയെ ക്ലിയർ ആയിട്ട് ക്ലാരിറ്റിയോടെ നമ്മൾ കാണാൻ തുടങ്ങുന്ന ഒരു ഫേസാണ് ഈ റിയാലിറ്റി എന്ന് പറയുന്ന ഫേസ്. ഈ ഒരു സ്റ്റേജിൽ തന്നെ ആയിരിക്കും കുറച്ചും കൂടി ഡീപ്പർ ആയിട്ടുള്ള സൈക്കോളജിക്കൽ കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മുടെ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ. ഇപ്പം ഒരാൾ ഭയങ്കര ആങ്ഷ്യസ് ആണ്, ഒരാൾ അവോയ്ഡൻ്റ് ആണെങ്കിൽ ഇപ്പോൾ ഇവർ രണ്ടാളും കൂടി ഈ റിലേഷൻഷിപ്പിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ ഡൈനാമിക് എങ്ങനെയാണ് മുന്നോട്ട് വരുന്നത്. ഇനിയിപ്പോൾ അതല്ല, മുന്നേ ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ചെറിയ വൂൺസ് ആയിരിക്കാം, അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് ഉണ്ടായ ചെറിയ ഫിയേഴ്സ് ആയിരിക്കാം, വൂൺസ് ആയിരിക്കാം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ റീസർഫസ് ചെയ്യുന്നത് ഈ ഒരു ഫേസിൽ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ മുന്നേ ഉണ്ടായിരുന്ന ആ ഒരു ഐഡിയലൈസേഷൻ ഫേസിൽ നിന്ന് മാറി ചെറിയ ചെറിയ കോൺഫ്ലിക്ട്സ് ഒക്കെ റിലേഷൻഷിപ്പിൽ വരാനുള്ള സാധ്യതകൾ ഈ ഒരു ഫേസിൽ കൂടുതലാണ്. തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് പവർ സ്ട്രഗിൾ ആണ്. അതായത് നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ റിലേഷൻഷിപ്പ് തുടങ്ങുന്ന സമയത്ത് രണ്ടുപേരും വളരെയധികം ബ്ലെൻഡഡ് ആയിരിക്കും, ഡിഫറൻസസ് ഒക്കെ ഒന്നുമില്ല, നമ്മൾ ഭയങ്കര സെയിം ആണ് എന്നുള്ളൊരു തോട്ടിലായിരിക്കും നമ്മൾ പോകുന്നത്. റിയാലിറ്റിയിൽ വരുമ്പോൾ ചെറിയ ചെറിയ ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ടാവും. ഈ പവർ സ്ട്രഗിളിലേക്ക് വരുന്ന സമയത്ത് അല്ല, നമ്മൾ രണ്ട് വ്യക്തികളും ഡിഫറെൻ്റ് ആണ്, നമ്മൾ രണ്ടും രണ്ട് ഇൻഡിവിജ്വൽസ് ആണ് എന്ന് മനസ്സിലാക്കുന്നൊരു ഫേസിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ രണ്ടുപേർക്കും ഒരു ഇൻഡിവിജ്വാലിറ്റി കീപ്പ് ചെയ്തിട്ട് തന്നെ എങ്ങനെ ഈ റിലേഷൻഷിപ്പിൽ മുന്നോട്ടേക്ക് പോവാം. ഇനി അതല്ല, നമ്മൾ രണ്ടുപേരും ബ്ലെൻഡ് ചെയ്ത് ഈ റിലേഷൻഷിപ്പിലേക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ റോൾസ് എന്തൊക്കെയാണ്, റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, ഈ ഒരു കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന സമയത്താണ് പവർ സ്ട്രഗിൾ വരുന്നത്. ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പം ഒരു പാർട്ട്ണർ ഭയങ്കര ഡോമിനൻ്റ് ആണ്, റിലേഷൻഷിപ്പിലെ എല്ലാ ഡിസിഷൻസും അവർ മാത്രമാണ് എടുക്കുന്നത്, മറ്റാൾക്കൊരു ഒപ്പീനിയൻ ഇല്ല, അല്ലെങ്കിൽ അവർക്ക് ഹേർഡായിട്ട് ഫീൽ ചെയ്യുന്നില്ല. അങ്ങനെയുള്ള സമയത്ത് മറ്റേ ഈ ഹേർഡ് അല്ലാത്ത വ്യക്തി എന്ത് ചെയ്യും, അവരും കൂടി ഒന്നും കൂടി ഈ ഒരു ഫേസിലേക്ക് എത്താൻ, അല്ലെങ്കിൽ അവർക്കും അതിൽ പവറിന് വേണ്ടി വർക്ക് ചെയ്യണം എന്നുള്ള സമയത്ത് അവിടെ എന്ത് ചെയ്യും, കോൺഫ്ലിക്ട്സ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. പക്ഷെ നേരെ മറിച്ച് ഒരാൾ ഡോമിനൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഓക്കെ എനിക്കിതാണ് ഇഷ്ടം, ഞാൻ ഇങ്ങനെ നിൽക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഹാർമണി ക്രിയേറ്റ് ചെയ്തു പോകും. അപ്പോൾ ബേസിക്കലി രണ്ടുപേർക്കും റിലേഷൻഷിപ്പിൽ എന്തൊക്കെ റോൾസ് ആണ് വേണ്ടത്, റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, എങ്ങനെ നമ്മൾ ബ്ലെൻഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് തീരുമാനിക്കുന്ന ഒരു ഫേസാണ് ഈ ഒരു പവർ സ്ട്രഗിൾ എന്ന് പറയുന്ന ഫേസ്. നെക്സ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ഒരു ഡിസിഷൻ മേക്കിംഗ് വരുന്നൊരു ഫേസാണ്. പലപ്പോഴും കപ്പിൾ ഈ ഒരു സ്റ്റേജിൽ ചില ആൾക്കാർ ചെയ്യുക, ഓക്കെ ഇത് എന്തായാലും വർക്ക് ആവില്ല, നീയും ഞാനും ഭയങ്കര ഡിഫിക്കൽട്ടാണ്, ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ആ വർക്കബിൾ സ്റ്റേജിലുള്ള കാര്യം ഫേസ് ചെയ്യാൻ പറ്റാത്തതുണ്ട് എന്ത് ചെയ്യും, അവരിത് വേണ്ട എന്ന് പറഞ്ഞ് ബ്രേക്കപ്പ് ആയിട്ട് രണ്ടുപേരെ വഴിക്ക് പോകുന്നതായിരിക്കാം. രണ്ടാമത് നമ്മൾ കാണുന്ന ഒരു ചാൻസ് എന്ന് പറയുന്നത് ഇതിലൊട്ടും വർക്ക് ചെയ്യുന്നില്ല, അതായത് ഈ പാറ്റേൺസ് മനസ്സിലാക്കി ഇതിൽ വർക്ക് ചെയ്യണം, ചേഞ്ച് ചെയ്യണം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇല്ല, ദേ ആർ ടുഗെദർ, പക്ഷെ എപ്പോഴും
കണ്ടിന്യൂസ് ആയിട്ട് ഫൈറ്റ്സ് ഇങ്ങനെ ഹാപ്പൻ ചെയ്തുകൊണ്ടിരിക്കും. അവിടെ ഒരു പ്രോഗ്രസ്സും നടക്കുന്നില്ല, പക്ഷെ ഒരുപാട് ഡാമേജ് ആ റിലേഷൻഷിപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. മൂന്നാമത്തെ ടൈപ്പ് ആൾക്കാരെന്ന് പറയുന്നത് ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ പാറ്റേൺ എന്ന് മനസ്സിലാക്കുന്നു, എന്തൊക്കെയാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുന്നു, ആൻഡ് ഓൾസോ അതിൻ്റെ കൂടെ അവർ മെല്ലെ മെല്ലെ ആ റിലേഷൻഷിപ്പിനെ രണ്ടുപേരും ഒരുമിച്ച് ബിൽഡ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. പലപ്പോഴും ഒരു റിലേഷൻഷിപ്പിലും കോൺഫ്ലിക്റ്റ് ഇല്ലാതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല അല്ലേ? എല്ലാ റിലേഷൻഷിപ്പിലും കോൺഫ്ലിക്ട്സ് ഉണ്ടാവും. പക്ഷേ ശരിക്കും അതിൻ്റെ ഒരു സക്സസ് എന്ന് പറയുന്നത് ആ ഒരു കോൺഫ്ലിക്റ്റ് നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. കോൺഫ്ലിക്റ്റ് അവോയ്ഡ് ചെയ്യുന്ന ഒരിക്കലും ഒരു സൊല്യൂഷൻ അല്ല. ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന സമയത്ത് ഓക്കെ, ഇതാണ് എൻ്റെ സൈഡ്, ഇതാണ് നിങ്ങളുടെ സൈഡ്, മനസ്സിലാക്കി അതിൻ്റെ ഒരു മിഡിൽ ഗ്രൗണ്ട് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് വർക്ക് ചെയ്യേണ്ടത്, ഇനി ഇത് ഒഴിവാക്കാൻ നമ്മൾ ഫ്യൂച്ചറിൽ എന്ത് ചെയ്യണം എന്ന് ഡിസ്കസ് ചെയ്യുന്ന സമയത്താണ് ആ ഒരു റിലേഷൻഷിപ്പ് കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോകുന്നത്. നെക്സ്റ്റ് ഫേസ് എന്ന് പറയുന്നത് കോൺഷ്യസ് പാർട്ട്ണർഷിപ്പാണ്. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തൊക്കെ ഒരു ഫേസ് ആണ്, അതിങ്ങനെ നാച്ചുറലി ഹാപ്പൻ ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷേ കോൺഷ്യസ് പാർട്ട്ണർഷിപ്പ് ആ ടേമിലാണ് നമ്മൾ പറയുന്നുണ്ട്, ഇത് കോൺഷ്യസ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതായത് രണ്ട് പാർട്ട്ണറും ഈ ഒരു ഫേസിൽ മനസ്സിലാക്കും, ഓക്കെ ഇതൊക്കെയാണ് നമ്മൾ റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഇതൊക്കെയാണ് നമ്മൾ തമ്മിലുള്ള ഡിഫറൻസസ്, ഇതിൽ നമ്മൾ എങ്ങനെ വർക്ക് ചെയ്യണം, നമ്മൾ രണ്ടുപേരും കുറച്ചും കൂടി കോൺഷ്യസ് ആയിട്ട് ഈ റിലേഷൻഷിപ്പിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് രണ്ടുപേരും ഒരുമിച്ച് തീരുമാനിക്കുന്ന സമയത്ത് രണ്ടുപേരും കോഎക്സിസ്റ്റ് ചെയ്യാനായിട്ട് ചെയ്യുന്ന ഒരു കോൺഷ്യസ് ആയിട്ടുള്ളൊരു എഫേർട്ടാണ് ഈ ഒരു സ്റ്റേജിൽ നമ്മൾ നോട്ടീസ് ചെയ്യുന്നത്. ഇത് സക്സസ്ഫുള്ളായി മുന്നോട്ട് പോകുന്ന സമയത്ത് ആ ഒരു റിലേഷൻഷിപ്പിൽ നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും, മ്യൂച്വലി നല്ല റെസ്പെക്റ്റ് ഉണ്ടാവും, കുറച്ചും കൂടി നമ്മൾ ഇമോഷണലി അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ കുറച്ചും കൂടി സേഫായിട്ട് ഫീൽ ചെയ്യും, വളരെ സ്റ്റേബിൾ ആയിട്ട് ഫീൽ ചെയ്യും. ഈ ഒരു ഫേസ് എന്ന് പറയുന്ന ഹണിമൂൺ ഫേസ് പോലെ ഒരുപാട് ബട്ടർഫ്ലൈസ് ഉള്ള അല്ലെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് തരുന്ന ഒരു ഫേസ് അല്ല. പക്ഷേ ഇത് കുറച്ചും കൂടി നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നുള്ള സമയത്തുള്ള ആ ഒരു സ്റ്റെബിലിറ്റി, അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കുന്ന, നമുക്ക് നമ്മളായി ഇരിക്കാൻ പറ്റുന്ന ഒരു സ്പേസാണ് ഈ ഒരു കോൺഷ്യസ് പാർട്ട്ണർഷിപ്പിൽ രണ്ടാളും കൂടി ബിൽഡ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നത്. പല കപ്പിളും ഈ ഒരു കോൺഷ്യസ് പാർട്ട്ണർഷിപ്പ് എന്നുള്ള ഫേസിലേക്ക് എത്താത്തത് അവിടെ ലവ് ഇല്ലാത്തത് കൊണ്ടല്ല. റിലേഷൻഷിപ്പിൽ കോൺഫ്ലിക്റ്റ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഡിഫറൻസസ് വരുന്ന സമയത്ത് അതിലൂടെ എങ്ങനെ നാവിഗേറ്റ് ചെയ്യണം എന്ന് കറക്റ്റായിട്ട് അറിയാത്തത് കൊണ്ടാണ്. പലപ്പോഴും ഈ ഒരു സ്റ്റേജസ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് റിലേഷൻഷിപ്പിനെ കുറച്ചും കൂടി ഈസി ആയിട്ട് നാവിഗേറ്റ് ചെയ്യാനും സ്ട്രെങ്തൻ ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. ഇത് നിങ്ങൾ രണ്ടുപേരും ട്രൈ ചെയ്തിട്ടും പാറ്റേൺസ് മനസ്സിലാക്കിയിട്ടും എഫേർട്ട് ഇട്ടിട്ടും ഒരു ചേഞ്ച് നോട്ടീസ് ചെയ്യുന്നില്ല എന്നാണെങ്കിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതായത് ഒരു കപ്പിൾ തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോകുന്ന സമയത്ത് കൂടുതലായിട്ട് നിങ്ങളുടെ പാറ്റേൺസ് മനസ്സിലാക്കാനും എങ്ങനെ ചേഞ്ചസ് വരുത്താനും അതുപോലെ തന്നെ റിലേഷൻഷിപ്പിനെ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് എങ്ങനെ നമ്മളുടെ ഈ കോൺഷ്യസ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്ന ഫേസിലേക്ക് എത്തിക്കാന്നുള്ളതിനും അവർ ഗൈഡൻസ് തരുന്നതായിരിക്കും. സോ വാട്ട് ഡു യു തിങ്ക്? ഇപ്പോൾ ഈ പറഞ്ഞ സ്റ്റേജസിലൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏത് സ്റ്റേജിലാണ് ഉള്ളത് എന്നുള്ളത് ഡു ലെറ്റ് us know in the comments. നിങ്ങളുടെ റിലേഷൻഷിപ്പ് എത്ര ഹെൽത്തി ആണ് എന്നറിയാനായിട്ട് നമ്മുടെ ടീം ഓഫ് സൈക്കോളജിസ്റ്റ് ഒരു ചെറിയൊരു അസസ്മെൻറ്റ് ഫോം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കോമെൻറ്റിലും കൊടുക്കുന്നതായിരിക്കും. പ്ലീസ് ഡു ചെക്ക് ഇറ്റ് ഔട്ട്. For more relationship and mental health related content, subscribe to our page. Thank you.